ചൈനീസ് റവല്യൂഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ കുറച്ച് പഠിപ്പിച്ച് നിർത്തി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കുറച്ചുകൂടി നമുക്ക് ഓണത്തിന് മുമ്പ് പോർഷൻസ് ഒന്ന് കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഞാൻ അഥവാ ഫാസ്റ്റായിട്ട് പോയാലും നിങ്ങൾക്ക് വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മനസ്സിലാകും എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് എൻ്റെ ഒരു ശൈലി വിട്ടൊന്നും ഞാൻ നിങ്ങളെ അങ്ങ് ഓടിച്ച് ഒന്നും പോകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എന്നിട്ടും പറഞ്ഞു പോകുന്നത്. എങ്കിലും ആ പോർഷൻ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളത് എൻ്റെ മുന്നിലുള്ള ഒരു വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഒരു ലേശം എന്തെങ്കിലും ഫാസ്റ്റായിട്ട് പോയാലും നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഫാസ്റ്റായിട്ട് പോയാലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഏതായാലും ചൈനീസ് റവല്യൂഷൻ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ബോക്സർ റെബല്യനാണ്. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജാക്കന്മാർക്കെതിരെയും അതോടൊപ്പം തന്നെ വിദേശ ശക്തികളെ ഓർമ്മയുണ്ടല്ലോ, ഒന്നുകൂടെ വായിച്ചു നോക്കുക അല്ലെങ്കിൽ ക്ലിപ്പ് കാണുക. ആ വിദേശ ശക്തികളെയൊക്കെ പുറത്താക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നടത്തിയ ഫസ്റ്റ് റവല്യൂഷൻ ബോക്സർ കലാപം എന്നൊക്കെ അറിയപ്പെട്ടു. അതെന്തായാലും അടിച്ചമർത്തപ്പെട്ടു. അതിനുശേഷം മറ്റൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് ജനത ഡോക്ടർ സന്യാസൻ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായൊരു റിവോൾട്ടിനിറങ്ങി തിരിച്ചു. പക്ഷേ ഈ വിപ്ലവം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സന്യാസൻ, ദ ലീഡർ ഓഫ് കുമിന്താങ് പാർട്ടി എന്ന് പറയുന്ന ഒരു ചൈനീസ് പാർട്ടിയുടെ നേതാവായ ഡോക്ടർ സന്യാസൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ റെവല്യൂഷൻ വിപ്ലവം മഞ്ചു രാജാക്കന്മാരെ പുറത്താക്കുന്നു. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന മഞ്ചു ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കുമിന്താങ് പാർട്ടി അധികാരത്തിൽ വരുന്നു. ചൈന ബിക്കേം എ റിപ്പബ്ലിക്. ചൈന ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡോക്ടർ സന്യാസന്റെ നേതൃത്വത്തിൽ ചൈന പുതിയ ഒരു ഭരണത്തിലേക്ക് കടന്നു വരുന്നു. ചൈനീസ് റിപ്പബ്ലിക് എന്ന പേരിൽ ചൈനീസ് റിപ്പബ്ലിക്. അതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സൺ യാറ്റ് സെൻ. ചൈനയിൽ മാറ്റങ്ങൾ ആരംഭിക്കുന്നു. രാജഭരണം അവസാനിപ്പിച്ചു. അടുത്ത സന്യാസം എന്തായിരിക്കും ചെയ്തതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളെ മുഴുവൻ പുറത്താക്കി, എല്ലാവരെയും വിളിച്ചു വരുത്തി നിങ്ങളുമായിട്ട് രാജാക്കന്മാർ ഉണ്ടാക്കി വെച്ച മുഴുവൻ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു, വരികെട്ടി പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിദേശ രാജ്യങ്ങളെ മുഴുവൻ പുറത്താക്കി അവരുമായിട്ടുണ്ടാക്കിയ അഗ്രിമെന്റ് മുഴുവൻ അവസാനിപ്പിച്ച് മഞ്ചു രാജാക്കന്മാരെയൊക്കെ വെളിയിലാക്കിക്കൊണ്ട് വളരെ ശക്തമായ നല്ലൊരു ഭരണം ഡോക്ടർ സന്യാസന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ആരംഭിക്കുന്നു. അണ്ടർ ദ റൂൾ ഓഫ് ഡോക്ടർ സന്യാസന്റെ ഭരണത്തിന് കീഴിൽ ഒരു കാര്യമായ കൺസിഡറബിൾ പ്രോഗ്രസ്, കാര്യമായ പുരോഗതി അവിടെ ഉണ്ടാകുന്നു. വളരെ നല്ല രീതിയിലുള്ള പുരോഗതി. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ കാർഷിക വ്യാവസായിക മേഖലയിൽ ചൈനയിൽ വൻ മാറ്റം സംഭവിക്കുന്നു. ഇതിനൊക്കെ ചൈനയ്ക്ക് സഹായം കൊടുക്കുന്നു റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. റഷ്യ സഹായം കൊടുത്തത് ചൈനയെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കൂടെ നിൽക്കുന്നു. പക്ഷേ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ല ചൈന ഇപ്പോഴും. എങ്കിലും സന്യാസനോ വേണ്ടുന്ന സഹായങ്ങളെല്ലാം റഷ്യ കൊടുക്കുകയാണ്. റഷ്യയുടെ സഹായത്തോടെ വൻ മാറ്റങ്ങൾ സംഭവിച്ചു. റഷ്യ സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിൽ നല്ല ഭരണപരിഷ്കാരങ്ങളൊക്കെ സന്യാസം കൊണ്ടുവരുന്നു. ഒപ്പം റഷ്യ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനും അങ്ങ് നടത്തി. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. രണ്ട് പാർട്ടിയായ ഡോക്ടർ സന്യാസന്റെ കുമിന്താങ് പാർട്ടിയാണ് ഭരണത്തിൽ. ഒടുവിൽ റഷ്യ വന്ന് സഹായമൊക്കെ ചെയ്തിട്ട് പതുക്കെ ചൈനയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും നടന്നു. ഇങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് പാർട്ടികളും, കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, വളരെ ഷോൾഡർ ടു ഷോൾഡർ, തോളോട് തോൾ ചേർന്ന് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു വളരെ നല്ല ഭരണം സന്യാസന്റെ നേതൃത്വത്തിൽ. ഇങ്ങനെ കുറച്ച് കഴിയുകെ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡോക്ടർ സന്യാസൻ, the first president of Chinese Republic,
ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായ ഡോക്ടർ സന്യാസിന്റെ മരണത്തിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി അറിയാലോ, കുമിന്താങ്. ഡോക്ടർ സന്യാസിന്റെ മരണത്തിനെ തുടർന്ന് കുമിന്താങ് പാർട്ടിയുടെ നേതാവായ അടുത്ത ലീഡർ ചിയാങ് കൈഷക് became the president of ചൈനീസ് റിപ്പബ്ലിക്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റായിട്ട് ചിയാങ് കൈഷക് അധികാരത്തിൽ വരുന്നു. ആരുടെ കാലഘട്ടത്തിന് ശേഷം? ഡോക്ടർ സന്യാസിന്റെ. പക്ഷെ ചിയാങ് കൈഷക് എന്ന് പറയുന്നത് സന്യാസിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരി. ഫ്യൂഡൽ ലോർഡ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാധാരണ ജനതയെ പിന്തള്ളി പ്രഭുക്കന്മാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കൂടാതെ വിദേശ രാഷ്ട്രങ്ങൾ, അമേരിക്ക അടക്കമുള്ള വിദേശ രാഷ്ട്രങ്ങളെ വീണ്ടും അദ്ദേഹം ക്ഷണിക്കുന്നു ചൈനയിൽ വ്യാപാരം നടത്താൻ വേണ്ടി. ഇതായിരുന്നു മഞ്ജു രാജാക്കന്മാർ ചെയ്തത്, അവരെ പുറത്താക്കിയത്. ഇപ്പം അതാ കുമിന്താങ് പാർട്ടിയുടെ ഭരണാധികാരിയായിട്ട്, കുമിന്താങ് പാർട്ടിയുടെ നേതാവായ ചിയാങ് കൈഷക് ചൈനയുടെ ഭരണാധികാരിയായിട്ട് വന്നപ്പോൾ സന്യാസിന് ശേഷം അദ്ദേഹവും സാധാരണക്കാരനെ അവഗണിച്ചുകൊണ്ട് പ്രഭുക്കന്മാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. വീണ്ടും ഒരു എന്താ പറയുന്നത്, പഴയ മഞ്ജു രാജാക്കന്മാരുടെ രീതിയാണ് ഇദ്ദേഹം ഫോളോ ചെയ്തത്. മനസ്സിലാക്കുക, കുമിന്താങ് പാർട്ടി മാത്രമല്ല ഇപ്പോൾ ചൈനയിലുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ ശക്തമായിട്ട് എതിർത്തു. ചിയാങ് കൈഷക്കിന്റെ ഈ രീതിയെ വളരെ ശക്തമായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും കുമിന്താങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഒടുവിൽ ദ ലീഡർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടക്ടഡ് എ ലോങ് മാർച്ച്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പേര് മാവോ സേ തൂങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു. ചൈനയിൽ ഉടനീളം സഞ്ചരിച്ച് പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് സാധാരണ ജനതയ്ക്ക് നൽകുക. ചൈനയിൽ ഉടനീളം സഞ്ചരിച്ച് പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് സാധാരണ ജനതയ്ക്ക് നൽകുക. മനസ്സിലായല്ലേ കാര്യം? ഓക്കെ. അങ്ങനെ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 12,000 കിലോമീറ്റേഴ്സ് 12,000 കിലോമീറ്റർ ദൂരം ഇവർ സഞ്ചരിച്ചു. പോകുന്ന വഴിക്ക് പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമിയെല്ലാം പിടിച്ചെടുത്ത് സാധാരണക്കാരായിട്ടുള്ള ലാൻഡ്ലെസ് അഥവാ ഫാർമേഴ്സിന്, ഭൂരഹിതർക്ക് നൽകിക്കൊണ്ടുള്ള ഈ മാർച്ചിന് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടു. ലോങ് മാർച്ച് 12,000 കിലോമീറ്ററാണ് ഇവരിത് നടന്നത്. ലോങ് മാർച്ചിനെ തുടർന്ന് ശക്തമായ ഏറ്റുമുട്ടലുകൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ. ചൈനയിൽ ആഭ്യന്തര കലാപം. ഒടുവിൽ കലാപത്തിൽ കുമിന്താങ് പാർട്ടിയെ പുറത്താക്കിക്കൊണ്ട് ചിയാങ് കൈഷക്കിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിൽ വരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിൽ വന്നു. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിട്ട് മാറുന്നു. ചൈനീസ് റിപ്പബ്ലിക് എന്നുള്ളത് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് എന്ന പേരിൽ ചൈന മാറ്റപ്പെട്ടു. മഞ്ജു രാജാക്കന്മാരുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട്, രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കുമിന്താങ് പാർട്ടി ചൈനയെ ചൈനീസ് റിപ്പബ്ലിക് ആക്കിയെങ്കിൽ, ആ കുമിന്താങ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്, അതിൻ്റെ ആദ്യ പ്രസിഡന്റായിട്ട്, ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റായിട്ട് മാവോ സേ തൂങ് അധികാരത്തിൽ. ഇതാണ് ചൈനീസ് റവല്യൂഷൻ. മനസ്സിലായില്ലേ? കുമിന്താങ് പാർട്ടിയിൽ സന്യാസം നല്ലൊരു ഭരണാധികാരിയായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ചിയാങ് കൈഷക്ക് വരുന്നതോടുകൂടി ചൈനയിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുകയും
ചിയാങ് കൈഷക്കിനെ പുറത്താക്കിക്കൊണ്ട് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിട്ട് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് എന്ന പേരിൽ മാറ്റപ്പെടുകയും ചെയ്തു. ദാറ്റ്സ് എൻഡ് ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ അല്ലേ? ആ 5ഓളം റിവോൾട്ട്സാണ് നമ്മൾ പഠിച്ചത്. റെവല്യൂഷൻസ്, 5 റെവല്യൂഷൻസ്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അത് പഠിക്കുക. വളരെ സിമ്പിളാണ്, ശരിക്കും നോക്കിയാൽ സിമ്പിളാണ്. ഒന്നുകൂടി അത് ക്ലാസ്സുകൾ കണ്ടും പുസ്തകങ്ങൾ വായിച്ചും ആ ചാപ്റ്റർ നല്ല ഭംഗിയായി മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. ദ വേൾഡ് ഇൻ ദ 20th century. ലോകം 20ാം നൂറ്റാണ്ട്. 20ാം നൂറ്റാണ്ടിലെ വേൾഡിനെ കുറിച്ച്, 20ാം നൂറ്റാണ്ടിലെ ലോകത്തെക്കുറിച്ച് നോക്കാം. ഓക്കെ, അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധ. ഓക്കെ, യൂറോപ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ തങ്ങളുടെ കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ വന്നു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെയൊക്കെ കോളനികളാക്കി എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അമേരിക്കയിൽ വരെ പോയി കോളനി സ്ഥാപിച്ചു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കോളനി സ്ഥാപിച്ചു. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ യൂറോപ്യന്മാർ, ഇംഗ്ലണ്ട് അടക്കമുള്ള യൂറോപ്യൻസ് ആഫ്രിക്കയിലേക്ക് പോയി. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനെ, ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനിയാക്കി മാറ്റുന്നതിന് വേണ്ടി അവിടെ ചെന്നിട്ട് ഈ ഇംഗ്ലണ്ട് അടക്കമുള്ള, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ, ഡച്ച് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ ചെന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓരോന്നായിട്ട് ആക്രമിച്ച് കീഴടക്കാനൊന്നും നിന്നില്ല. ഈ യൂറോപ്യന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. നമ്മൾ ചുമ്മാ ഇവിടെ കിടന്ന് യുദ്ധമൊന്നും ചെയ്യേണ്ട, നമുക്കിതിനെ പങ്കിട്ടെടുക്കാം. ആഫ്രിക്കയിൽ ഇന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, കുറച്ച് രാജ്യങ്ങൾ ഫ്രാൻസിന്, കുറച്ച് രാജ്യങ്ങൾ ജർമ്മനിക്ക്, കുറച്ച് രാജ്യങ്ങൾ ജർമ്മനിക്ക്, ഇങ്ങനെ പങ്കിട്ടെടുക്കാനുള്ള ഒരു കോംപ്രമൈസ് ടോക്കിലൂടെ, സന്ധി സംഭാഷണത്തിലൂടെ, ഉഭയകക്ഷി ചർച്ചയിലൂടെ അവർ ആഫ്രിക്കൻ മാപ്പ് അങ്ങ് തയ്യാറാക്കി. അപ്പം ശ്രദ്ധിച്ചാൽ മതി, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ രാഷ്ട്രങ്ങളെ മിക്കവാറും ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ്, ചെറിയ വളവൊക്കെ വരത്തേ ഉള്ളൂ, വേർതിരിച്ചിരിക്കുന്നത്. കാരണം അവരിങ്ങനെ എടുത്തിട്ട് ഇന്ന വരച്ചിട്ട്, ഇത് ഈ ആക്കടെ ഇംഗ്ലണ്ടിന്, ഈ ലൈനിനപ്പുറം ജർമ്മനിക്ക്, ഇതിനിപ്പുറം സ്പെയിനിന്. അപ്പോൾ ആഫ്രിക്കയുടെ മാപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ സാധാരണ കോണ്ടിനെൻസിൽ പോലെ ഭയങ്കരമായ വളവും തിരിവുകളൊന്നും കാണില്ല. കുറേയൊക്കെ സ്ട്രെയിറ്റ് ലൈനുകൾ കാണാൻ കഴിയും. അതിൻ്റെ കാരണം ആഫ്രിക്കയെ കോംപ്രമൈസ് ടോക്കിലൂടെ യൂറോപ്യന്മാർ പങ്കിട്ടെടുത്തു. സ്ട്രെയിറ്റ് മാപ്പ് എടുത്ത് വെച്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് പങ്കിട്ടെടുത്തു. അപ്പോൾ ആഫ്രിക്കൻ മാപ്പ് പരിശോധിച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആവാനുള്ള കാരണം ആഫ്രിക്കയെ ഇവർ സ്ലൈസ് ചെയ്ത് വീതം വെച്ചെടുക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ പഠിക്കുന്നുണ്ട്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ കോളനിയാക്കുന്ന മെയിൻലി ഫോർ വാട്ട്? പ്രധാനമായിട്ട് എന്തിനു വേണ്ടി? അങ്ങനെ കോളനിയാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് റാ മെറ്റീരിയൽ എടുക്കാം, നാച്ചുറൽ റിസോഴ്സസ് കൊള്ളയടിച്ചുകൊണ്ട് പോവാം, വ്യവസായങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിറ്റഴിച്ച് അവർക്ക് പൈസ ഉണ്ടാക്കാം. ഇതാണ് കോളനി വാഴ്ചയുടെ പ്രത്യേകത. അങ്ങനെ അതിനുവേണ്ടി ആഫ്രിക്കയെ അവർ സ്വന്തമാക്കി. അപ്പം നമ്മൾ ഈ രാജ്യങ്ങൾ കോളനിയാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായില്ലേ? അവിടെ നിന്ന് നാച്ചുറൽ റിസോഴ്സസ് കിട്ടും, റോ മെറ്റീരിയൽസ് കിട്ടും, അത് കളക്ട് ചെയ്തുകൊണ്ട് പോകാം. തിരിച്ച് ഇതേ സ്ഥലങ്ങളിൽ അവരുടെ സാധനങ്ങൾ കൊണ്ട് വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആ 20ാം നൂറ്റാണ്ടിലാണ് ശരിക്കും ഇമ്പീരിയലിസം, കൊളോണിയലിസം ശക്തമാകുന്നത്. ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം, മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്നും സാമ്രാജ്യത്വത്തിലേക്കുള്ള പോക്ക്, ശരിക്കും കോളനി വാഴ്ച. എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. വലിയ സാമ്രാജ്യത്വവും കോളനി വാഴ്ചയും തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ പതിപ്പാണ് മുതലാളിത്തം, ക്യാപിറ്റലിസം. ആ ക്യാപിറ്റലിസത്തിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്
ഈ കൊളോണിയലിസവും ഇമ്പീരിയലിസവും ഒക്കെ. മുതലാളിത്തത്തിൽ നിന്നും സാമ്രാജ്യത്വത്തിലേക്ക്. നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റലിസം? എന്താണ് മുതലാളിത്തം? മുതലാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ശേഷം, വ്യാവസായിക വിപ്ലവത്തിന് ഒക്കെ ശേഷം ഇവിടെ ധാരാളമായിട്ട് ഫാക്ടറികളും, പണ്ട് അങ്ങനെയല്ലായിരുന്നു, എല്ലാവരും കൈകൊണ്ടാണ് സാധനങ്ങൾ നിർമ്മിക്കുന്നു, വലിയ വ്യവസായശാലകളോ ഫാക്ടറികളോ മെഷീൻസോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം, വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യന്ത്രങ്ങൾ കടന്നു വരുന്നു, മെഷീൻസ് അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ, വ്യവസായശാലകളൊക്കെ വന്നു. അപ്പോൾ ഈ ഇൻഡസ്ട്രി, ഈ ഫാക്ടറീസ് ഒക്കെ വന്നപ്പോൾ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിലെയും മുതലാളിമാർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വ്യവസായശാലകൾ ആരംഭിച്ചു. പണമിറക്കി ഫാക്ടറികൾ കിട്ടി വ്യവസായശാലകളൊക്കെ ആരംഭിച്ചു. അവർ അവിടെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. ഫോർ ഗെറ്റിംഗ് മോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയാണ്. എന്താ മുതലാളിമാരുടെ ലക്ഷ്യം? എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. അങ്ങനെ വ്യവസായശാലകളിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധനം നിക്ഷേപിച്ച് ഇവർ വ്യവസായശാലകളൊക്കെ ആരംഭിച്ച് ഫാക്ടറികളൊക്കെ ആരംഭിച്ചു. ഇവർ ലാഭമുണ്ടാക്കുവാൻ, ലാഭത്തിന് വേണ്ടിയാണല്ലോ, ലാഭമുണ്ടാക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ അവരിങ്ങനെയാണ്, ഇതാണ് ചെയ്തത്. ഉൽപാദനവും വിതരണവും. ശരിക്കും ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഉൽപാദനവും വിതരണവും ഒരാളുടെ നിയന്ത്രണത്തിൽ വരുന്ന ആ പ്രക്രിയയാണ് ക്യാപിറ്റലിസം. ഉൽപാദനവും വിതരണവും നടത്തി മാക്സിമം ലാഭം ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഞാൻ ഫാക്ടറികൾ ആരംഭിച്ചു, അവിടെ ഉൽപ്പാദിപ്പിച്ചു, അത് ഞാൻ വിറ്റഴിച്ച് ലാഭമുണ്ടാക്കുന്നു. ഞാൻ മുതലാളി, ക്യാപിറ്റലിസ്റ്റ്. ഇതാണ് ക്യാപിറ്റലിസം. ഉൽപ്പാദനവും വിതരണവും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ആ സിസ്റ്റത്തെ എന്തെന്ന് വിളിക്കുക? ഇത്രയേ ഉള്ളൂ. ഉൽപ്പാദനവും വിതരണവും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന വ്യവസ്ഥയെ ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം എന്ന് വിളിക്കാം. അങ്ങനെ മുതലാളിമാരിവിടെ ഉണ്ടായി. അതാണ് ക്യാപിറ്റലിസം. ഉൽപ്പാദനവും പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഉൽപ്പാദനവും വിതരണവും ഒരാളായിരിക്കും ചെയ്യുന്നത് അവൻ്റെ ലാഭത്തിന് വേണ്ടി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. വീണ്ടും വൻകിട വ്യവസായശാലകൾ ആരംഭിക്കേണ്ട സാഹചര്യം വന്നു. ഭയങ്കരമായ വ്യവസായശാലകൾ, കുറേ പേർ ചേർന്ന ഒരു വ്യവസായശാല, ഫാക്ടറി, അങ്ങനെ ഒരു ഭയങ്കരമായ വ്യവസായശാലകൾ ആരംഭിക്കേണ്ട സാഹചര്യം വന്നു. ഭയങ്കരമായ വ്യവസായശാലകൾ ആരംഭിച്ചപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, ഉൽപ്പാദനവും കൂടി. ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും വൻകിട വ്യവസായശാലകൾ വന്നപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, ഉൽപ്പാദനം അങ്ങ് കൂടി. മനസ്സിലാക്കുക, ഉൽപ്പാദനം കൂടിയാലുള്ള പ്രശ്നം എന്താണ്? ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ, ഒരാൾ തൻ്റെ കൈവശമുള്ള പൈസ കൊണ്ട് ഒരു കുഞ്ഞ് ഫാക്ടറി ആരംഭിച്ചു, അവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, അയാൾ വിതരണം ചെയ്തു, അയാൾ മുതലാളിയായി മാറി. ഇപ്പോഴോ വൻകിട വ്യവസായശാലകൾ, പിന്നെ ഭയങ്കര ഫാക്ടറികൾ, വൻ ഫാക്ടറികൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് അങ്ങ് സംഭവിച്ചു. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലൊരു 2 വാഴയുണ്ട്, അത് കൊലച്ച് 2 കൊല, അത് നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും കൊടുത്ത് നിങ്ങൾ പങ്കിട്ടെടുത്ത് അങ്ങ് കഴിക്കും. തീർന്നു, 2 കൊല. അതേ നിങ്ങളുടെ പറമ്പിൽ, വസ്തുവിൽ ഒരു 100 വാഴ നിങ്ങൾ കൃഷി ചെയ്തു, 100 ഏത്തക്കൊല അല്ലെങ്കിൽ 100 കൊല, ഇനി ഫ്രൂട്ട്സ് ഏത് പിന്നെ പഴവർഗ്ഗമാവട്ടെ, പിന്നെ പാളയംകുടനോ റോബസ്റ്റിയോ എന്തോ ആവട്ടെ, ഞാൻ ഏത്തക്കൊല എന്ന് പറഞ്ഞത് കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. ഏതായാലും ശരി, 100 വാഴക്കൊല നിങ്ങൾക്കെല്ലാം കൂടെ തിന്നു തീർക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ പറയാതെ അറിയാം. നിങ്ങളുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയുള്ള കൊലകൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങളത് വിറ്റഴിക്കും, മാർക്കറ്റുകളിൽ കൊടുത്ത് പൈസയാക്കും. അപ്പോൾ ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും ഭയങ്കരമായിട്ട് വർധനമുണ്ടായപ്പോൾ അവരുടെ രാജ്യക്കാർക്ക് അത്രയും സാധനം വേണ്ട. അപ്പം ബാക്കിയുള്ള എന്ത് ചെയ്യണം? മറ്റ് രാജ്യക്കാർക്ക് കൊടുക്കണം.
അപ്പോഴാണ് യൂറോപ്യന്മാർ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെ കോളനിയാക്കിയാൽ അവിടെ കൊണ്ടുപോയി വിറ്റഴിക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞത് അവിടെ നിന്ന് അസംസ്കൃത സാധനം എടുക്കാൻ സാധനങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യാം. അങ്ങനെ രണ്ടാം ഘട്ടമാണ് മുതലാളിത്തത്തിന് ശേഷം വൻകിട വ്യവസായശാലകളിലൂടെ ഉൽപാദനം കൂടിയപ്പോൾ ഇത് വിറ്റഴിക്കുവാൻ അവർ മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ, പണ്ടുതൊട്ടേ അവർക്ക് കച്ചവടമുണ്ട്, വ്യാപാരമുണ്ട്, അവരുമായിട്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് വ്യാപാരമുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ ആ സാധനങ്ങൾ അവിടെ വിറ്റഴിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അവിടെ കൊണ്ടുപോയി വിറ്റ് അവരുടെ പൈസ ഇങ്ങ് കൊണ്ടുവരും. ഒരു തരം ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനാണ്, സാമ്പത്തിക ചൂഷണം. ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലെ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ ഈ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെയാണ് കൊളോണിയലിസം എന്ന പേരിൽ, കോളനി വാഴ്ച എന്ന പേരിൽ അറിയപ്പെട്ടത്. മനസ്സിലായ? ഉൽപാദനം കൂടിയപ്പോൾ അധികം വന്ന സാധനങ്ങൾ മറ്റ് രാജ്യങ്ങൾ വിറ്റഴിച്ച് അവിടുത്തെ സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന ആ സിസ്റ്റത്തെ കൊളോണിയലിസം, സാമ്പത്തിക ചൂഷണം മാത്രമാണ് അവിടെ നടക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ സമ്പത്ത് ഇവർ ഇങ്ങ് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ നമുക്ക് വിളിക്കാം കൊളോണിയലിസം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സാധനങ്ങളെല്ലാം യൂറോപ്പിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അധികം വരുന്ന സാധനങ്ങൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിറ്റഴിച്ച് ആ പണം കൊണ്ടുപോകുന്നു. ഈ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ കൊളോണിയലിസം. പോയിന്റ് മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഇത് അവർ നമ്മുടെ മുതലാളിമാർ ഇത് വിറ്റഴിച്ച് പൈസ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, നമുക്ക് എന്ത് നേട്ടം? യൂറോപ്പിലെ തൊഴിലാളികൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് തുച്ഛമായ വരുമാനം അല്ലെങ്കിൽ വേജസ്, സാലറി തരുന്നു, അവർ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും കൊണ്ട് സാധനങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. നമുക്ക് ഇപ്പോഴും തരുന്നത് ലോ വേജസ്, ലോ സാലറി. തൊഴിലാളികൾ, യൂറോപ്പിലെ തൊഴിലാളികൾ ശക്തമായിട്ട് അങ്ങ് സംഘടിച്ചു. തൊഴിലാളി യൂണിയനുകൾ ഇവർ രൂപീകരിച്ചു. അവരങ്ങ് ശക്തമായ സമരത്തിനിറങ്ങി തിരിച്ചു മുതലാളിമാർക്കെതിരെ. യൂറോപ്പിലെ മുതലാളിമാർക്കെതിരെ ശക്തമായ സമരത്തിനിറങ്ങി തിരിച്ചപ്പോൾ മുതലാളിമാർ ചിന്തിച്ചുകൂടാ, ഇത് എന്ത് ചെയ്യാം? ഒടുവിൽ ഗത്യന്തരമില്ലാതെ തൊഴിലാളികളുടെ സാലറി കൂട്ടിക്കൊടുത്തു. ശമ്പളം കൂട്ടിക്കൊടുത്താൽ ഉള്ള ദോഷം എന്താണ്? മുതലാളിമാരുടെ ലാഭം കുറയും. ഇന്നലെ വരെ മുതലാളി 100 രൂപ കൊടുത്തിരുന്നു, ഇന്ന് 125 കൊടുക്കുമ്പോൾ 25 രൂപ മുതലാളിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ലാഭം കുറഞ്ഞില്ലേ? മുതലാളിമാർക്ക് ലാഭം കുറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, ഇതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ മുതലാളിയുടെയും ക്യാപിറ്റലിസ്റ്റിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം ലാഭമുണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ഈ സാലറി കൂട്ടിക്കൊടുത്തപ്പോൾ ലാഭം കുറഞ്ഞപ്പോൾ, സാലറി കൂട്ടിക്കൊടുത്തു, ലാഭം കുറഞ്ഞു. അപ്പോൾ ഇവൻ ചിന്തിച്ചു, എങ്ങനെ ഇത് ശരിയാവില്ലല്ലേ, നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ എന്ത് ചെയ്തു? ഈ യൂറോപ്പിലെ ക്യാപിറ്റലിസ്റ്റുകൾ, മുതലാളിമാർ ഇങ്ങനെ ചിന്തിച്ചു, നമുക്ക് ഏഷ്യയിലും ആഫ്രിക്കയിലും രാജ്യങ്ങളിൽ പോയി അങ്ങ് ഫാക്ടറികൾ ആരംഭിച്ചാൽ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് നമുക്ക് അതവിടെ വിറ്റഴിച്ച് പൈസ ഒരുപാട് ഉണ്ടാക്കാമല്ലോ. നമ്മുടെ രാജ്യത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചുകൊണ്ടല്ലേ നമ്മുടെ തൊഴിലാളികൾ നമുക്കെതിരെ സമരം ചെയ്തത്. മുതലാളിമാരുടെ ചിന്ത മനസ്സിലായില്ലേ? നമ്മളെന്തിന് ഇപ്പോൾ ഇംഗ്ലണ്ടുകാരൻ ചിന്തിച്ചു, ഇവിടെ ഇംഗ്ലണ്ടിൽ ഞാൻ ഇത് ആരംഭിച്ചുകൊണ്ടല്ലേ ഇംഗ്ലീഷുകാർ ഇവിടെ ജോലിക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്കിത് ഇന്ത്യയിൽ അങ്ങ് ആരംഭിച്ചാൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ പോരെ. കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ മുതലാളിമാർ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശ രാജ്യങ്ങൾ നടത്തി. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിൽ പൈസ മൂലധനമാക്കി മാറ്റി അവിടെ വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പം അതിൻ്റെ ഗുണം എന്താണ്? അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ കിട്ടും. ഏഷ്യയിലും ആഫ്രിക്കയിലും വ്യവസായശാലകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം, അവർക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. അടുത്തത്, അവിടെ നിന്ന് തന്നെ അസംസ്കൃത സാധനങ്ങൾ ലഭിക്കും. 3 സാധനങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് വിറ്റഴിച്ച് ഒക്കെ പോകുന്ന ചിലവുണ്ടല്ലോ, അതും അങ്ങ് മാറിക്കിട്ടും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ വരണം, അസംസ്കൃത സാധനം എടുക്കണം, ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകണം, അവിടെ ഉൽപ്പാദിപ്പിക്കണം, ആ സാധനം വീണ്ടും ഇന്ത്യ കൊണ്ടുവന്ന് വിറ്റഴിക്കണം. ആ സ്ഥാനത്ത് ഫാക്ടറി ഇന്ത്യയിൽ ആരംഭിച്ചാലോ, ഇന്ത്യക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം, കുറഞ്ഞ കൂലി കൊടുത്താൽ മതി.
അസംസ്കൃത സാധനം ഇന്ത്യയിൽ തന്നെ കിട്ടും, എടുത്ത് വെച്ച് അങ്ങ് ജോലി ചെയ്താൽ മതി, അവിടുത്തെ ട്രാൻസ്പോർട്ടിങ് ചാർജ് കുറയും. ഇതിനുശേഷം ഇത് വിറ്റഴിക്കാൻ വീണ്ടും മറ്റേതാണെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരണ്ടേ, ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാം. ആ ട്രാൻസ്പോർട്ടിങ് ചാർജ് ഉൾപ്പെടെ ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കാം. അങ്ങനെ ഈ യൂറോപ്പിലെ ക്യാപിറ്റലിസ്റ്റുകൾ, മുതലാളിമാർ ഇങ്ങനെ ചിന്തിച്ചു. ഇവിടെ തങ്ങളുടെ കോളനികളിൽ തങ്ങളുടെ വ്യവസായശാല ആരംഭിക്കുകയും കോളനികൾ, അതായത് യൂറോപ്യന്മാരുടെ സൈനിക ശക്തിയും അവരുടെ അധികാരവും ഉപയോഗിച്ച് കോളനിക്കാരുടെ മേൽ അവരുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ ഇവർ ആധിപത്യം സ്ഥാപിച്ചു. ഫാക്ടറികൾ ആരംഭിച്ചു. പിന്നീട് പതുക്കെ ഇന്ത്യയിൽ ഫാക്ടറികൾ ആരംഭിച്ചു. പിന്നീട് ഇന്ത്യയുടെ സാംസ്കാരിക തലത്തിൽ ഇടപെട്ടു, ഇന്ത്യയുടെ സാമൂഹിക തലത്തിൽ ഇടപെട്ടു, ഇന്ത്യയുടെ ഭരണം പിടിച്ചു ക്രമേണ. ഞാൻ എക്സാമ്പിളാണ് ഇന്ത്യ പറഞ്ഞത്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ ഇതെല്ലാം സംഭവിച്ചു. യൂറോപ്യന്മാർ അവരുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകൾ, കോളനികളുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫീൽഡ് മുഴുവൻ അവർ കൈക്കലാക്കിയതിനെയാണ് ഇംപീരിയലിസം, സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇപ്പോൾ കൊളോണിയലിസവും ഇംപീരിയലിസവും ചെറിയ വ്യത്യാസമുണ്ട്. കൊളോണിയലിസം എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണം മാത്രമാണ്. ഇന്ത്യയിലെ സാധനങ്ങൾ അവർ വാങ്ങിച്ചുകൊണ്ടുപോയി സാമ്പത്തിക ചൂഷണം. ആ രണ്ടാം ഘട്ടമാണ് ക്യാപിറ്റലിസം, കൊളോണിയലിസം, ഇംപീരിയലിസം. ഇംപീരിയലിസം സാമ്രാജ്യത്വമായപ്പോൾ എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ദാറ്റ് മീൻസ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ സ്വന്തമാക്കുന്നു. എക്സാമ്പിൾ, ഇംഗ്ലണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഇന്ത്യയുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചു, ഇന്ത്യ സ്വന്തമാക്കി അടിമ രാഷ്ട്രമാക്കി മാറ്റി. ഇതിനെയാണ് ഇംപീരിയലിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ക്യാപിറ്റലിസം പറഞ്ഞു, കൊളോണിയലിസം പറഞ്ഞു, ഇംപീരിയലിസം പറഞ്ഞു. ഈ ഇംപീരിയലിസം, അങ്ങനെ ഒരുപാട് ഇംപീരിയലിസ്റ്റ് പവേഴ്സ്, സാമ്രാജ്യത്വ ശക്തികൾ, ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലി, ഡച്ച് തുടങ്ങിയവരെല്ലാം ഏഷ്യയിലും ആഫ്രിക്കയിലും തങ്ങളുടെ സാമ്രാജ്യത്വം സ്ഥാപിച്ചു, കോളനികൾ സ്ഥാപിച്ചു. ഇനി ഈ രാജ്യങ്ങൾ, ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടയിലുണ്ടായ ആ പ്രശ്നങ്ങൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫസ്റ്റ് വേൾഡ് വാർ ആയിട്ട്. നമുക്ക് അടുത്തത് പഠിക്കേണ്ടുന്നത് ഫസ്റ്റ് വേൾഡ് വാറാണ്. നോക്കുക, ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് ഞാൻ പഠിപ്പിച്ച ആ ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിപ്പിച്ച ആ കാര്യങ്ങൾ. എന്താണ് ക്യാപിറ്റലിസം, എന്താണ് കൊളോണിയലിസം, എന്താണ് ഇംപീരിയലിസം. ഇംപീരിയലിസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ രീതി മാറുകയാണ്. ആ ഇംപീരിയലിസ്റ്റ് പവേഴ്സിൻ്റെ ഇടയിലുണ്ടായ ക്ലാഷാണ് വേൾഡ് വാർസിലേക്ക് പോകുന്നത്. ആ വേൾഡ് വാറിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കും. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം. ഫസ്റ്റ് ചാപ്റ്റർ 5 റെവല്യൂഷൻസാണ്. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നു. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, എന്നാൽ നമുക്ക് കാണാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ബൈ.